15 പേരുടെ ജീവനെടുത്ത അതിൽ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട വലിയൊരു അപകടം. അതാണ് ആ നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറിയ തടിലോറി വരുത്തിവെച്ചത്. കണ്ണൂർ ആലക്കോട്ട് നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 ബെന്നിയും അലക്സും പുറപ്പെട്ടത്. അവർ 8:45 മാഹിയിൽ എത്തുന്നതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാഹിയിൽ അവർ എത്തുന്നത് 8:45 അവിടെ മാഹിയിൽ നിന്ന് മദ്യം വാങ്ങി എന്നതാണ് അവർ പോലീസിന് കൊടുക്കുന്ന മൊഴി. തുടക്കം മുതൽ തന്നെ മാഹി മുതൽ തന്നെ മദ്യപിച്ചാണ് അവർ യാത്ര നടത്തിയിരുന്നത്. അങ്ങനെയാണ് കുറ്റസമ്മത മൊഴിയിൽ നമ്മൾ കാണുന്നത്. ആ വലിയ തടിലോറി അത് നിറയെ ലോഡായിരുന്നു എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ വലിയ വാഹനവുമായി അവർ 3 ജില്ലകൾ പിന്നിട്ടു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യം കോഴിക്കോട്ട് നിന്ന് അടുത്തതായി പോകുന്നത് 2ാമത്തെ ജില്ല മലപ്പുറം. ആ തടിലോറി കടന്നു പോകുന്ന വഴി ഇതാണ്. രണ്ടാമതായി മലപ്പുറത്തേക്ക് എത്തുന്നു. മലപ്പുറത്തെ പാതയിലൂടെയും മദ്യലഹരിയിലാണ് അവരുടെ ഡ്രൈവിംഗ്. അതിനുശേഷമാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. തൃശ്ശൂരിലേക്ക് ഈ വലിയ ലോഡുമായി എത്തുന്ന ലോറി എത്തുന്നു. ഏതാണ്ട് പുലർച്ചെ 3:30 ഈ നാട്ടിക എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. 3:35 അപകടം ഉണ്ടാകുന്നത്. അതായത് മാഹിയിൽ നിന്ന് നാട്ടിക വരെയുള്ള ദൂരം കൂടി നമ്മളൊന്ന് നോക്കണം. മാഹി ടു നാട്ടിക ആ ഒരു സഞ്ചാരപാത നമ്മൾ പരിശോധിച്ചാൽ മാഹിയിൽ നിന്ന് നാട്ടിക വരെയുള്ള 175 കിലോമീറ്റർ ദൂരം ഇവർ മദ്യപിച്ച് വാഹനമോടിച്ചു എന്ന് ചുരുക്കം. വാഹന പരിശോധന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് AI മാറിയെന്നാണല്ലോ നമ്മൾ പറയുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പ്രവണത അതോടെ കൂടിയിട്ടുണ്ട് എന്നാണ് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ TM ജേഴ്സൺ പറയുന്നത്. വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള പരിശോധന എപ്പോഴും പ്രായോഗികമല്ലെന്നും സ്പെഷ്യൽ ഡ്രൈവുകളുടെ സമയത്ത് മാത്രമേ ആ പരിശോധന നടക്കാറുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നാട്ടികയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി മുതൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും എറണാകുളം RTO റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് സ്പെഷ്യൽ ഡ്രൈവായിട്ട് നടത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വാഹനം പോവുകയാണെന്ന് കണ്ടാൽ നമുക്കത് പിടിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ ക്യാമറയിൽ നമുക്കിത് ഒരിക്കലും പിടിക്കപ്പെടുന്നില്ല. നമ്മൾ സ്പെഷ്യൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലായിരിക്കും അത് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ആക്ഷൻസ് കൂടുതലായിട്ടുണ്ടാവും. അതുകൂടാതെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്ന് നൈറ്റ് തുടങ്ങിയുള്ള രീതിയിൽ ഒരു 10-12 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ചെക്കിംഗ് പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്.